എന്തായാലും ദുരന്തരം ഞാൻ വീണ്ടും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. ഞാൻ ചിലപ്പോൾ ടിക്കറ്റൊക്കെ കുറേ ക്യാൻസലായതിൻ്റെ ഫ്രസ്ട്രേഷനിൽ പിന്നെ അത്രയും വലിയ തിയേറ്ററിലൊന്നുമല്ല കണ്ടത്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഫസ്റ്റിൻ്റെ അത്ര ഇത് പിടിക്കാതെ പോയത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി എൻ്റെ കുഴപ്പമാണോ? ലോകം മൊത്തം ആഘോഷിക്കുകയാണ്, പാകിസ്ഥാനിലൊക്കെ കുരുപൊട്ടി ചാവയാണ്, റെക്കോർഡ് കളക്ഷനിലേക്ക് പോവുകയാണ്. ഇനി എൻ്റെ കുഴപ്പമായിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പോയി. ഇപ്പോൾ ഇത്തവണ മലയാളം വെർഷൻ പോയി കാണാമെന്ന് വിചാരിച്ച്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദി വെർഷൻ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽ വായിക്കേണ്ട ഒരു പ്രാധാന്യമുള്ളതുകൊണ്ട് കുറേ സമയം ഫോക്കസ് ടെക്സ്റ്റിലേക്കും നമ്മളെ വിഷ്വലിലേക്കും മാറി മാറി ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സ്ട്രെയിനാണത്, ഒരു സ്ട്രെസ്ഫുള്ളായിരിക്കും അത്. അപ്പോൾ അങ്ങനത്തെ വിഷയം മലയാളത്തിലില്ലല്ലോ. മലയാളത്തിൽ നമുക്ക് വിഷ്വലിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം. മലയാളം വെർഷൻ കണ്ടത് കാട്ടാക്കടയിലാണ്. കാട്ടാക്കട എവിടെ ഉള്ളത്? മലയാളം കാട്ടാക്കട ഉള്ളത് കാട്ടാക്കട കാളിദാസ് സ്ക്രീൻ 2 ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു ഞായറാഴ്ച. തിരുവനന്തപുരത്ത് അതിനേക്കാൾ നല്ലൊരു സ്ക്രീനിൽ മലയാളം പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. നല്ല പ്രൊജക്ഷൻ, നല്ല സൗണ്ട്, എല്ലാം പക്ക. മലയാളം വെർഷൻ കാണാൻ പോകുന്നതിന് മുന്നേ അന്ന് രാവിലെ ഇരുന്ന് ഹിന്ദി വെർഷൻ ഒന്നുകൂടെ ദുരന്തർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷമാണ് മലയാളം പോയി കാണുന്നത്. ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ദുരന്തർ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെ നിൽക്കുമെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ അത്രയും അതേ ഇത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അതിന് കാരണങ്ങളുണ്ട്, ഞാൻ പറയാം. അത് ചെറിയ സ്പോയിലേഴ്സ് ആയിരിക്കും, അത് പറഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ റഹ്മാൻ ബലോചിസ്ഥാനിൽ പോകുമ്പം നമ്മളവരുടെ പാട്ടും ആ ഒരു സ്വാങ് ഓറ പരിപാടി ഉണ്ടല്ലോ, ആ വൈബ്, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ, അതേപോലത്തെ ഒരു പാട്ട് ഈ രണ്ടാമത്തെ ഭാഗത്ത് നമ്മുടെ ഹംസ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ അവന്മാർ ഈ വെടിവെച്ച് ഡാൻസ് കളിക്കുന്നത് നല്ല രസമുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു പാട്ട് കിട്ടിയ ഒരു കിക്ക് സാധനം രണ്ടാമത്തിലില്ല. ഈ ഒരു ഡിഫറൻസ് ത്രൂ ഔട്ട് ഫസ്റ്റ് സെക്കൻഡ് സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സെപ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ആ ഒരു ചാപ്റ്റർ, അതും ഇതിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോഴുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ ഒരു ഇങ്ങനെയാണ് പോകുന്നത്. ഇനി മലയാളം വെർഷൻ്റെ കാര്യം പറയാമല്ലോ. മലയാളത്തിൽ ഓൾമോസ്റ്റ് ഡയലോഗൊക്കെ നന്നായിട്ട് ലിപ്പൊക്കെ മാച്ച് ചെയ്ത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവരുടെ അടുത്ത് എനിക്കൊരു നന്ദി പറയാനുള്ളത്, ഇതിൽ പഠാൻകോട്ട് എന്ന് പറയുന്നത് പഠാൻകോട്ട് എന്ന് എന്നെ കാണിച്ചിട്ടുണ്ട്, അല്ലാതെ പാപ്പനങ്കോട് എന്ന് കേട്ടിട്ടില്ല. അതുപോലെ പാട്ടുകൾ വരുന്ന സമയത്ത് ആരാ ഇവനെ തടുക്കാൻ ആരാടാ എന്നൊന്നും ആക്കാതെ ഹിന്ദി പാട്ട് തന്നെ അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പക്ഷേ മലയാളം വെർഷൻ കാണാൻ നിങ്ങൾ ഹിന്ദി സബ് ടൈറ്റിൽ വായിച്ച് ഒന്നും മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ മാത്രം മലയാളം വെർഷൻ പോയി കണ്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശ്രദ്ധ പോകത്തില്ല, വിഷ്വൽ ബ്യൂട്ടി എല്ലാം കാണാൻ പറ്റും. എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഇവന്മാർ ഇത് കോമഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇവരുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ലാംഗ്വേജിൽ ഒരു സിനിമ ഡബ് ചെയ്ത് വരുമ്പം ഈ തെറി വരുന്ന സമയത്തൊക്കെ ഒരു സ്വാഭാവികത ഇവിടെ കിട്ടത്തില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ തെറി വിളിക്കുന്ന പോലെ അവന്മാർ എത്ര വെച്ചാലും വരത്തില്ല. ഇപ്പം ബാഹുബലി വന്നു നിന്നിട്ട് സ്ത്രീകളുടെ മേൽ കൈവച്ചവൻ്റെ വെട്ടേണ്ടത് വിരലുകളല്ല, അവൻ്റെ കുന്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് പലയിടത്ത് കുറേ ഈ മറ്റേ കഴിവേട മോനെ, പിന്നെ അങ്ങനെ നായി ഇതൊക്കെ തന്നെ, പിന്നെ കാലിൻ്റെ ഇട, ഇതൊക്കെയൊക്കെയാണ് കുറേ തെറി വിളിച്ചോണ്ട് പോകണം. അതൊക്കെ ഭയങ്കര കൃത്യമായിട്ട് തോന്നി. ഏറ്റവും വലിയ കോമഡി നമ്മൾ ആത്തിഖ് അഹമ്മദ് ഇരുന്ന് പറയണം, മോദി വന്ന് നമ്മൾ UP-യിൽ അടപടലം മൂഞ്ചി, ഇങ്ങനെയൊക്കെയാണ് തെറി വരുന്നത്. ഇതൊക്കെ കോമഡി ആയി കളഞ്ഞ്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സമയത്തൊക്കെ ഡബ്ബിങ് നീറ്റായിട്ട് തന്നെ പോയിട്ടുള്ളത്. അതുപോലെ നമ്മളെ ബഡേ സാബും റഹ്മാൻ ബെല്ലോച്ചും തമ്മിലുള്ള പ്രശ്നം എന്തെന്നറിയാമോ? എന്തോ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു കൊണച്ച എന്നൊരു വാക്ക് റഹ്മാൻ പറഞ്ഞ്, അതാണ് വിഷയമായത്. റഹ്മാനാ പറഞ്ഞത്, ബഡേ സാബാ പറഞ്ഞത്, അത് മറ്റവന് പിടിച്ചില്ല, അതാണ് വിഷയം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ നമ്മുടെ ജസ്ക്രാത്തിനെ ഡബ് ചെയ്തിരിക്കുന്നത് 2-3 പേര് ചേർന്നാണ് കേട്ടോ. ഒരു സമയത്ത് ഒരു സൗണ്ട് കേൾക്കും, വേറെ സമയത്ത് വേറെ. അതുപോലെ അജയ് സന്യാലിനെ ഡബ് ചെയ്തിരിക്കുന്നത് ഒരു വയസ്സായ അപ്പൂപ്പനാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ മലയാളം വെർഷന് സബ് ടൈറ്റിലൊന്നും ഇല്ലായിരുന്നു. അപ്പം പടം ഞാൻ പറഞ്ഞില്ല, ഈ ഡീമോണിറ്റൈസേഷൻ വരെയൊക്കെ അടിപൊളിയായിട്ട് ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇവർക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഹൈ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം ചെയ്യാമായിരുന്നു എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. ഈ എസ്പെഷ്യലി അതിനുശേഷം കുറേ നേരം ഈ ക്ലൈമാക്സിൻ്റെ അടുക്കുന്ന ഫൈറ്റ് വരുന്ന സമയം വരെ കുറച്ച് ഫ്ലാറ്റായി പടം പോവുകയാണ്. ഒരു കെയർ ഇറങ്ങിപ്പോൾ അത് ഇങ്ങനെ അങ്ങ് പോകണം. ഇപ്പോൾ ഇതിൽ മറ്റേ അജ്ഞാതരുടെ സംഭവം ഉണ്ടല്ലോ, അജ്ഞാതരുടെ സംഭവം വരുമ്പോൾ ഇവർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. ഈ ഫസ്റ്റ് സിനിമയിൽ ബാബു ഡക്കായത്തിനെ മർഡർ ചെയ്യുന്ന സമയത്ത് കുറേ പേരെ ചെയിൻ ആയിട്ട് കൊല്ലുന്നുണ്ട്. ഒരുത്തൻ തിളച്ച് സാമ്പാറിനകത്ത് കൊണ്ടിടുന്നു, ഒരുത്തവനെ വലിച്ചഴിച്ചുകൊണ്ട് പോകണം, ഒരുത്തനെ കെട്ടിടത്തിൻ്റെ മുകളിൽ തള്ളിയിടുന്നു, മറ്റേ പാടിയെടുത്തിട്ട് തലമണ്ട അടിച്ച് താർക്കുന്നു. ഇങ്ങനെ കുറേ ക്രിയേറ്റീവായിട്ട് സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഇല്ല. ഇതിൽ അജ്ഞാതരെല്ലാം വരെ വല വെടിയെ ചെല്ലുന്നു, ഇങ്ങനെ പടപടയത് കുറേ നേരം ഇങ്ങനെ കാണിച്ചടിച്ച് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഈ സാധനം വരുന്നില്ല.
അതുപോലെ തന്നെ ഈ പറഞ്ഞ വില്ലൻ ഗ്യാങ്ങുകൾ ഫസ്റ്റ് പടത്തിൽ റഹ്മാൻ ഇവൻ ആരാന്ന് ഡൗട്ട് വരുന്ന സമയം മുതൽ നമുക്ക് സീറ്റ് എഡ്ജാണ്, എന്ത് സംഭവിക്കും, ആ സീറ്റ് എഡ്ജ് ബിൽഡ് ചെയ്ത് ടെൻഷൻ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൽ യവന്മാർ സഞ്ജയ് ദത്ത് മനസ്സിലാക്കിയ കുറച്ച് കഴിയുമ്പോൾ സഞ്ജയ് ദത്തിനെ കൊല്ലുന്നതാണ്, മറ്റവനും പിന്നെ നേരെ ഇതേ ഉള്ളൂ. ആ അടി അവസാനത്തെ അടിയും ഒരുപാട് സമയം, അത് മേക്കിംഗ് കിടുവാണത്. ബ്ലാസ്റ്റും പരിപാടിയൊക്കെ ഗംഭീരമാണെങ്കിൽ പോലും നമ്മൾ കുറേ നേരം ഈ മറ്റേ വയലൻസ് കണ്ട് രക്തം കണ്ട് നമുക്ക് മറ്റേ മരവിച്ച് പോയ പോലത്തെ ഒരവസ്ഥയായിപ്പോയി. അപ്പോൾ ഈ ഫൈറ്റ് ഒരുപാട് നേരം എടുത്തതുപോലെ എനിക്ക് ഇപ്പോഴും തോന്നി. അവിടെ പ്രത്യേകിച്ച് ഒരു ആകപ്പാടവൻ്റെ മുഖത്ത് ഈ ചങ്ങലിട്ട് വലിക്കുന്ന ഒരു സാധനത്തിൽ മാത്രമേ ഒരു വിരിവിരിപ്പ് വന്നുള്ളൂ. ബാക്കിയൊക്കെ വെടിയേച്ചാൽ എന്തരി വെട്ടിയാന്തരി കുത്തിയാന്തരി അങ്ങനത്തെ ഒരു സാധനമായിപ്പോയി. പക്ഷേ ഈ പറഞ്ഞ ക്ലൈമാക്സിലെ ട്വിസ്റ്റും അതിനുശേഷമുള്ള ലാസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇമോഷണലായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഫീൽ ചെയ്ത്. ഇത് എസ്പെഷ്യലി അവസാനത്തെ നാട്ടിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഫീലായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അത് അത്ര ഒരു ഇത് തോന്നിയില്ല. സെക്കൻഡ് കണ്ടപ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ സീനുകളൊക്കെ ഭയങ്കര ഇതായിട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്റ്റിൽ ഞാൻ പറയുന്നു, ഒരിക്കലും ദുരന്തർ 2 ഒരു മോശം സിനിമ അല്ല, നല്ല സിനിമയാണ്. പക്ഷേ ഫസ്റ്റ് പാർട്ട് അതിന് എത്രയോ മേലെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. യാതൊരു പ്രസക്തിയില്ല. സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ച് ഭയങ്കര ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുപോലെ പാട്ടുകളുടെ കാര്യങ്ങൾ എടുത്താൽ തന്നെ മറ്റേ തിയേറ്റർ അപേക്ഷിച്ച് ഇതിൽ കുറേ കൂടി സൗണ്ടിന് കുറേ കൂടി നല്ലൊരു സാധനം എനിക്ക് ഫീൽ ചെയ്ത്. മറ്റേ ഫസ്റ്റ് പടത്തിൽ ഫാസ്റ്റ് നമ്പറാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ പുതുതിൽ ഇതിൻ്റെ ഇമോഷണൽ ട്രാക്കുകൾ, സെൻറ്റിമെൻ്റൽ ട്രാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ആ പാട്ടൊക്കെ ഹിറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത്. അതിപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, നല്ല രസമുണ്ടായിരുന്നു. അത് കാണുമ്പോഴുള്ള ഫീലും അടിപൊളിയായിരുന്നു. അതൊക്കെ തന്നെ. പിന്നെ ഒരു കാര്യം, ഈ സിനിമയുടെ തുടക്കത്തിൽ ഡിസ്ക്ലൈമറിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിക്ഷനിലാണ്. കുറച്ച് റിയൽ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഫിക്ഷനിലായിട്ട് ചെയ്തിരിക്കുകയാണ്. ജീവിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രമാണെന്ന് എഴുതി കാണിക്കുന്നിടത്ത് അത് പറഞ്ഞതിന് ഷസാമിന് ഇനി പറയാവൊന്നും ബാക്കിയില്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മളെ റോസ്റ്റിംഗ് ചാനലിൽ ഒരു സാധനം പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പണ്ട് രണ്ടാമത്തെ ചാനലിലൊക്കെ ഇട്ടിരുന്ന അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത റോസ്റ്റുകളൊക്കെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സീരീസ് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ റോസ്റ്റുകൾ കൊണ്ടുവരും. റോസ്റ്റ് വീഡിയോ എല്ലാം ഒരു ചാനലിൽ കാണണമെന്നുള്ളവർക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ വച്ചിരിക്കാം. പിന്നെ വേറെ ഇതൊക്കെ തന്നെ. ഇലക്ഷനൊക്കെ അടുത്ത് വരെയാണ്. എല്ലാവരും സ്ഥാനാർത്ഥിയെ നോക്കി കേരളത്തിൻ്റെ പുരോഗതിയെ നോക്കിയൊക്കെ നിങ്ങളുടെ നന്നായിട്ട് അനലൈസ് ചെയ്ത് മാധ്യമങ്ങളുടെ കോപ്രായങ്ങളിലും മാധ്യമങ്ങളുടെ അജണ്ടകളിലും വീഴാതെ സ്വന്തമായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് പറ്റിയ നല്ല സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്യുക എന്നുള്ളൊരു അഭ്യർത്ഥനയോടെ അവസാനിപ്പിക്കുകയാണ്. വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കരുത്, പ്രതിഷേധമൊന്നും കാണിക്കരുത്. നമുക്ക് ആകപ്പാടെ ഒരു ദിവസമേ ഉള്ളൂ നമ്മുടെ വിധി, നമ്മളെ കയ്യിൽ പവർ വരുന്നത്. അത് ഇലക്ഷൻ ദിവസമാണ്. വോട്ട് ചെയ്യുക, വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, നമ്മുടെ അധികാരമാണ്. എന്തരാ വരട്ടെ.